ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ 3rd ഡേ ആണല്ലോ നമ്മുടെ ട്രിപ്പിന്റെ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. എക്സൈറ്റഡ്. നമുക്ക് പുതിയ സ്ഥലത്ത് പോവാണ്. ഫുഡൊക്കെ കഴിച്ചു എല്ലാരും. നമ്മൾ ഇനി ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. നല്ലൊരു സ്റ്റേ ആയിരുന്നു, ബീച്ച് ഫ്രണ്ടിലായിട്ട്. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മളിവിടെ വണ്ടിയിലിരുന്ന് കളിക്കുകയാണ്. ഇത് കൊറേ തവണ ഇമ്പോസ്റ്ററായി. ഒരു തവണ പിടിക്കപ്പെട്ടു, ഒരു തവണ പിടിക്കപ്പെട്ടില്ല. ഇമ്പോസ്റ്റർ ഗെയിമിലെ സ്റ്റാർ ഇമ്പോസ്റ്റർ സ്റ്റാർ. അയ്യോ സോറി, JP-ആണ് നമ്മുടെ സ്റ്റാർ ഇവിടെ. കാരണം JP നമുക്ക് ഒരു ട്രീ എന്ന് പറഞ്ഞ ഒരു വേർഡ് കിട്ടിയപ്പോ JP അതന്നെ പറഞ്ഞു. അത്രയ്ക്കും ഫണ്ണായിട്ട് ആരും ചെയ്തിട്ടുണ്ടാവില്ല ഈ ഇമ്പോസ്റ്റർ ഗെയിം. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഒരു ക്ലൂ പോലും പറയാനുള്ള ചാൻസ് എനിക്ക് എൻജോയ് ചെയ്യുകയാണ് ഗായ്സ്. നമ്മളിപ്പോ പോകുന്നത് അടുത്ത വേർഡോ എല്ലാവരും ഭയങ്കര ഇതാണ് ഗെയിം കളിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞങ്ങൾ ഗെയിം കളിച്ചിട്ട് പിന്നെ വരാം. ഓക്കെ ഗായ്സ്, ഹലോ ഗൈസ്, നമ്മളിത് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് ബാരറ്റില്. ആൻഡ് യു നോ, ദിസ് ഇസ് ദ ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ബാരറ്റ്. ആ കാണുന്നതാണ് ഗോർക്ക ബ്രിഡ്ജ്. ആൻഡ് നല്ല കിഡിലുള്ള റെസ്റ്റോറൻ്റ് ആണ്. ഞാനാണ് സജസ്റ്റ് ചെയ്തത്. റെസ്റ്റോറൻറ്റിൽ പോവാം. എന്താ ഞാൻ പറയും, കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ ഗോരിക്ക ബ്രിഡ്ജ്. നൈസ് അല്ലേ? ആൻഡ് നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. ക്യൂട്ട് സാധനങ്ങളുണ്ട് ഇവിടെ. ഇതെന്താ ഇതെടാ, ഇവർക്കെന്താ ജാം ബിസിനസ് ഒക്കെ ഉണ്ട്. ജിക്കോ. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ക്യൂട്ട് പട്ടി ഉണ്ടായിരുന്നു. പട്ടീനെ കാണില്ല, ഒരു പൊമറേനിയൻ പട്ടി. അതെ വന്നു ഞാൻ കാണിച്ചു തരാട്ടോ പട്ടീനെ. എവിടെ നീ? നല്ല ക്യൂട്ട് പൊമറേനിയൻ. ഓക്കെ ഗൈസ്, ഞങ്ങൾ ബാക്കി ഫുഡ് കഴിച്ചിട്ട് ഗൈസ്. ആദ്യം ഞങ്ങളുടെ സ്റ്റാർട്ടർ വന്നു, സൂപ്പ് ഫോർ എവരി വൺ. JP മാത്രം എല്ലാവരിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഓംലെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ ബ്രെഡ് എടുത്തിട്ട് തിന്നിട്ട് വയറ് നിറയ്ക്കുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ മെയിൻ ഡിഷസ് എത്തി. ലസാനിയ, പിന്നെ JPക്ക് സ്പെഷ്യൽ ചോറും മുട്ട പൊരിച്ചതും ലാമ്പ് കറിയും. പിന്നെ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അതെന്താ പേര്? ചാവാക്കോസി. പിന്നെ ജിക്കു ഗ്രിൽ റൈസ്, ചിക്കനും റൈസും. ജെയ്സൺ മാത്രം എന്താ വന്നില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ലസാനി കഴിച്ചിട്ട് ബാക്കി കാര്യം പറയാം. ജെയ്സണ് മാത്രം സെറ്റപ്പ് സാധനമാണ്. റോൾഡ് മീറ്റ് വിത്ത് ചീസ്. ജെയ്സ കഴിച്ചിട്ട് പറയാ എങ്ങനെ ഉണ്ടെന്ന്. ഇങ്ങനെ അവന് തിന്ന് തീർക്കല്ലേ, അവന് വേറെ ഒന്നുമില്ല. അങ്ങനെ ജെയ്സ നൈസ്. അങ്ങനെ പറഞ്ഞിട്ട കാര്യമുള്ള ഇനി. നമ്മളിപ്പോ ബാരറ്റിലാണ്. ബാരറ്റില് അത് കണ്ട ദൂരെ, അതാണ് ഇവിടുത്തെ 1000 വിൻഡോസ് എന്ന് പറയുന്നത്. 1000 വിൻഡോസ്. പിന്നെ ആ മുകളിൽ കാണുന്നതാണ് കാസിൽ, ഇവിടുത്തെ ബാരറ്റ് കാസിൽ. നല്ല അടിപൊളിയല്ലേ? നോക്ക്, ഫുൾ ഇങ്ങനെ ഇതാണ് സന്തോസ്. ഞങ്ങളുടെ ഫോട്ടോ അതവിടെ നിൽക്കട്ടെ. ഡ്രോൺ മാസ്റ്റർ. നീ നോക്കിയാ? ഞാൻ എൽദോ ഹായ് പറ.
ഡ്രോൺ മാസ്റ്റർ എന്ന പ്ലാൻ അമ്മേ കുഴപ്പമില്ല, ഗിംബലിന് ഇൻഷുറൻസ് ഉണ്ട്, എല്ലാത്തിനും ഇൻഷുറൻസ് ഉണ്ട്, കുഴപ്പമില്ല. Into 1930s, significantly altering the bridge's original design. How engravings by foreign artists. സാന്ദ്രബോസ് എന്താണ് പ്രശ്നം? ഛർദിക്കാൻ പറ്റും. അനക്കെ സാന്ദ്രബോസിന് എന്നാ ഡ്രോൺ മാസ്റ്റർ എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? It was good, man. Thanks for the ideas. നേരത്തെ റോഡിൽ എന്താ സംഭവിച്ചത്? റോട്ടിൽ ചെറുതായിട്ട് ഡ്രോണിന്റെ കണക്ഷൻ വിട്ടുപോയി. ഞാൻ ടെൻഷനായി മരിച്ചു എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു ചത്ത പട്ടി കാരണം ആ പട്ടി മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഡ്രോണിനെ രക്ഷിക്കാൻ വേണ്ടി. ഗൈസ്, അപ്പോ ഇതിലെന്താ സംഭവിച്ചേ? നമ്മളെ ഇമ്പോസ്റ്റർ ഗെയിമില് ആരായിരുന്നു ഏറ്റവും അടിപൊളി? ഞാൻ പറഞ്ഞുതരാം. JP ആദ്യമായിട്ട് ഇമ്പോസ്റ്റർ ആയപ്പോ JP ഇച്ചിരി കൂടുതലായിട്ട് ചിന്തിച്ചു പോയതാ. എന്നിട്ട് JP ആ വേർഡ് തന്നെ പറഞ്ഞുപോയി. അതാണ് JPയുടെ ഒരു ചിന്താഗതി. പിന്നെ കമ്മിങ് ടു നെക്സ്റ്റ് പേഴ്സൺ, ജെയ്സൺ ആണ്. അടിപൊളി ക്ലൂസ് ആണ്. അത്രയും നേരം സൈലന്റ് ആയി. മാത്രല്ല ഇമ്പോസ്റ്റർ ഗെയിമിൽ ജയിക്കാന്ന് വിചാരിച്ചായിരുന്നു. അല്ല, ഏറ്റവും കൂടുതൽ ടഫ് വേർഡ് കിട്ടിയത് എനിക്കായിരുന്നു. അല്ല, വളരെ ഈസി ഗെയിമായിരുന്നു. അതിനിടക്ക് JP ഹാർഡസ്റ്റ് ആയിരുന്നു കിട്ടിയല്ലേ? ചോക്ലേറ്റ് ചിപ്പ് കുക്കി. പക്ഷെ ആൻ അത് അടിപൊളിയായിട്ട് ചെയ്ത്. അറ്റ്ലീസ്റ്റ് ജെപിനെ കാട്ടി ബെറ്റർ. JP ചോക്ലേറ്റ് ചിപ്പ് പറഞ്ഞപ്പോ JP പട്ടിക്ക്. സാന്ദ്രബോസ് ഇതൊന്നും കളിക്കാണ്ട് വെറുതെ ഛർദിച്ച് നടക്കുമായിരുന്നു. കൈ ഛർദിക്കാൻ പോവുമായിരുന്നു. എൽദോ പക്ഷേ കിടിലായിരുന്നു അല്ലേ? എൽദോ ഗെയിമിൽ അടിപൊളിയായിരുന്നു, പക്ഷെ പിടിക്കപ്പെട്ട്. ഗൈസ്, ബോട്ടയൊക്കെ ബൗബോ എന്ന് പറയുന്ന കല്യാണമൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്നത്തെ ഹൈലൈറ്റ് ഡ്രോൺ കാണേണ്ടത് ആയ തന്നെയായിരുന്നു. ടെൻഷൻ അടിച്ചായിരുന്നു. പക്ഷെ എന്റെ ഒരു ഡോഗ് എന്നെ സേവ് ചെയ്തു. നിന്റെ ഡോഗോ? ഏതൊരു ഡോഗ് മരിച്ചു കിടന്ന ഡോഗ്. അതിനെ ജെയ്സൺ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇനി ആ ഡോഗ് അങ്ങ് ആകാശത്ത് ചെല്ലുമ്പോൾ അതിനോട് ദൈവം ചോദിക്കും, നീ മരിച്ചത് കൊണ്ട് ഇന്നൊരു ഡ്രോൺ രക്ഷപ്പെട്ടു, അതുകൊണ്ട് നിനക്ക് സ്വർഗ്ഗത്തിൽ പോവാം. ജെയ്സൺ എന്തൊരു കുഞ്ഞു മനസ്സല്ലേ ജെയ്സന്റെ. പിഞ്ചു മനസ്സ്. അയ്യോ, ദൈവവിശ്വാസി. പക്ഷെ ജെയ്സൺ ഇന്നത്തെ ലുക്ക് കണ്ടോ ഗൈസ്? ഈ ഷർട്ട്, ഈ പാന്റ്, അതിനാണൊക്കെ ബ്ലൂ. വാവ്, അത് ടീവി സൂം ചെയ്ത് കാണിച്ചോട്ടെ. പ്രേക്ഷകരെ നിങ്ങൾ ഇത് കാണും. ഇത് വേണമെങ്കിൽ ജെയ്സന് DM ചെയ്താൽ മതി. അപ്പൊ എന്താ ഗൈസ്, നമ്മള് പോവല്ലേ? അപ്പൊ ഗൈസ്, നമ്മളെ ഇവിടുത്തെ ഏകദേശ പരിപാടികളെല്ലാം കഴിഞ്ഞ് അപ്പോ നമ്മളെ മെയിൻ അട്രാക്ഷൻ ടുഡേയിലേക്ക് പോകുന്ന ഗൈസ്, ഏതൊരു ട്രിപ്പിലും ഒരു വാവ് ഫാക്ടർ കാണും. ആ വാവ് ഫാക്ടറിയിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. Are you all excited? Oh yes, very excited. Are you all excited? എല്ലാരും excited ആണോ? Very excited. നമ്മൾ നമ്മുടെ സ്റ്റേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വഴികാട്ടിയായിട്ട് ഒരു ചേട്ടൻ നമ്മളെല്ലാരും എക്സൈറ്റഡ് ആണ്. എങ്ങനെ ഇരിക്കും നമ്മുടെ സ്ഥലം കാണാൻ. അതാ അവസാനം ഒരു സുന്ദരി ചേച്ചി. Zenvilla. This one.
നമ്മൾ വന്നിരിക്കുന്നത് വാവ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. പൂൾ, ഗായ്സ് നമ്മൾ ഇറങ്ങിയിട്ട് വരാൻ നോക്കുകയാണ്. വാവ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ ഗായ്സ്, സെന്റ് വില്ല. വാവ്, എന്താണ് എക്സൈറ്റഡ് ആണോ? Yes, very excited. സാന്ദ്ര ബോസ്, എടാ നീ ഇതിലൊക്കെ വീണാ മുങ്ങിപ്പോട്ടെ. എന്റെ ഈ പൊക്കം വെച്ചിട്ട് എടാ ആട് കയറിപ്പോയി നിനക്ക്. ഇത് നമുക്കായിട്ട് ഇവിടെ ഒരു ബാറുണ്ട്, ജിമ്മുണ്ട്. അയ്യോ, സ്ലൈഡ് ആണോ നോക്കി ചെയ്യ. ഇത് നമ്മുടെ ബാർ. അപ്പുറത്ത് ആൻ എക്സൈറ്റഡ് ആണോ? ആനിന്റെ പാർട്ടിയാ അത്. ആനയാണ്, ആനാണ് പൈസ. നമ്മുടെ ജിം. ജിമ്മ്. ഓ, ഇതൊക്കെയൊക്കെയോ സാധനങ്ങളുണ്ട് ഗൈസ്. കുറച്ച് വർക്കൗട്ട് ചെയ്യാൻ ചോദിക്കൂ. നല്ല വീട്. ഇനി നമ്മൾ നമ്മുടെ സ്റ്റേയുടെ ഉള്ളിലേക്ക് പോയി നോക്കാം. ഞാൻ വിചാരിച്ച ആ വീടൊക്കെ അപ്പുറത്തുള്ളതായിരിക്കും. ഓ നൈസ്, സിംഗിൾ ബെഡ്, ഡബിൾ ആൻഡ് സിംഗിൾ. ടോയ്ലറ്റ്, വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. തുണികളൊക്കെ ഉണ്ട്. ഇതാണോ നിങ്ങളുടെ റൂം? അപ്പൊ നമുക്ക് 3 റൂമാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ഇന്നും കൂർക്കം കേൾക്കേണ്ടി വരും. ഇവിടെ ചെറിയൊരു ലൗഞ്ച് ഉണ്ട് വിത്ത് കിച്ചൺ. ഒന്ന് വരോ ഇവിടത്തൊക്കെ കിട്ടുള്ളൂ ഗൈസ്. സോറി, കുറച്ചധികം കഷ്ടപ്പെട്ടു. Guys, thank you for this amazing stay. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം Yes. ഞങ്ങൾക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു കേക്കാണ്. ഈ നാട്ടിലെ അതാ ഇനിയും 1000 കല്യാണം കഴിക്കാൻ പറ്റട്ടെ. ഐ മീൻ ജന്മാന്തരങ്ങളിൽ. കഴിച്ചിട്ട് നല്ലതാണോ? കഴിക്ക് ചെറിയ ഗിഫ്റ്റ്. പക്ഷെ എന്തായിരിക്കും ആ ഗിഫ്റ്റ്? എന്തായിരിക്കും ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇമ്പോസ്റ്റർ വെച്ച് കൊടുക്കും. ഇൻട്രസ്റ്റിംഗ് സാധനം എന്തായിരിക്കും ഒരു കപ്പിൾസിന് നമ്മൾ തരാൻ പോകുന്നത്? ഇമ്പോസ്റ്റർ. ഞങ്ങളൊക്കെ രീതിയിൽ
അയ്യോ അങ്ങനെ പറഞ്ഞ ക്ലൂ എന്ന് പറഞ്ഞാ ഇട്ടാ പൊട്ടും മണക്കണം. ഒരു എക്സ്പീരിയൻസ് ആണ്. ഏറ്റവും ബെസ്റ്റ് സിമ്പിൾ എക്സ്പീരിയൻസ്. അല്ല, വളരെ സിമ്പിളാ. പിന്നെ ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഒരിക്കൽ കാണാൻ ആഗ്രഹിക്കുന്ന സാധനമാണ്. അല്ല എനക്കുണ്ട്. അല്ല എന്താ അല്ല അതാ അപ്പൊ ഇത് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് എന്താന്ന് നിങ്ങൾ എന്തായാലും മെയിൽ അയക്കുമ്പോ കാണാം. അതുകൊണ്ട് അഡ്വഞ്ചർ എന്താ ബഞ്ചി ജമ്പിംഗ് ഒന്നും അല്ലല്ലോ അല്ലേ? ഐസ്ലാൻഡ് അഡ്വഞ്ചർ ടൂർ. ഇത് നിങ്ങൾ പേടിക്കണ്ട, ലൈഫ് ലോങ് ആണ്. നിങ്ങൾ എന്തെങ്കിലും ഐസ്ലാൻഡ് ഐസ്ലാൻഡിലേക്ക് ടിക്കറ്റ് നിങ്ങൾക്ക് അതാ ഒരു ടിക്കറ്റ് മിസ് എടുത്ത് പോയാൽ മതി. പിന്നെ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് എന്ത് ആക്ടിവിറ്റി, നോർത്തേൺ ലൈറ്റ്സ് തൊട്ടിട്ട് സ്കീയിങ് തൊട്ടിട്ട് എല്ലാ ആക്ടിവിറ്റി അതിലൊരു ബഡ്ജറ്റ് ഉണ്ട്. ഏത് അഡ്വഞ്ചർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നീ കഴിച്ചോ? മെയിൻലി നോർത്തേൺ ലൈറ്റ്സ് ആണ് അല്ലേ? നോർത്തേൺ ലൈറ്റ്സും അല്ലാതും ഉണ്ട് ഐസ്ലാൻഡിലുള്ള. ഇനി നമുക്ക് കൊട്ടിക്കലാശം തുടങ്ങാം. വെള്ളംകളി എവിടെ? നമ്മൾ പൂളിലേക്ക് ചാടാൻ പോയി. Okay guys, yeah. Hello guys. എല്ലാരും എൻജോയ് ചെയ്യുന്നുണ്ടോ? വൈബൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. പൂളൊക്കെ ഇഷ്ടായോ? ജക്കൂസി പോണാവേണ്ടതാണ്. ഇതൊരു കിടിലൻ ജക്കൂസിയാണ്. ആ പെണ്ണ് പറഞ്ഞത് ഓട്ടോമാറ്റിക് ഓൺ ആവുന്നതാണ്. മേ ബി ഒരു ടൈം തൊട്ടിട്ടായിരിക്കും. എടാ ഇതാ ഈ ഒരു ഏരിയ. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ അൽബേനിയ ഡേ 3യുടെ ഞങ്ങളുടെ വില്ലയാണ് ഇത്. ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അടിപൊളി വൈബാണ്. ഇനി വരുന്നവരൊക്കെ ചോദിച്ചാൽ മതി, ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ബൈ. ഗൈസ്, ഞങ്ങളുടെ 3rd ഡേ ആൻഡ് ഫൈനൽ ഡേ നൈറ്റ് പിസയിൽ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിശപ്പായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇല്ലേ? പറയൂ അല്ലേ സാന്ദ്ര ബോസ്? അടിപൊളി കിടലനായിരുന്നു. ഇനി ഇതാ ഫൈനൽ സിപ്പിനായിട്ട്. ഇവൻ ഞങ്ങളുടെ ഇടയിലെ വാട്ടർ അലർജിക്കാരനാ. കുന്നിമഴച്ചോട്ടിൽ കൊഞ്ചി കളിച്ചു നമ്മൾ, ആദ്യമായി കണ്ണിൽ കണ്ടതല്ലോ. രണ്ട് സ്റ്റെപ്പ് സാന്ദ്ര ബോസ്. എനിക്കണ്ണാട ഉണങ്ങ. ഗൈസ്, ഇന്നത്തെ വൗ ഫാക്ടർ One more. തുള്ളിക്കോ. JP, how is the wow factor? Nice. ഒന്നും പറയണ്ടോ? 2-3 വാക്കിൽ പറ. അതൊരു വാക്കാ. നല്ല ടേസ്റ്റ്.